ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്നും നാളെയും പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ ചോദ്യം ചെയ്യും. കൊല്ലം വിജിലൻസ് കോടതിക്ക് മുന്നിൽ എ പത്മകുമാറിനെതിരെ കോൺഗ്രസ് BJP പ്രവർത്തകർ ഇന്ന് പ്രതിഷേധിച്ചു. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്ത്രിമാർ നിർണായക മൊഴി നൽകി. ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമാണ് സ്വർണ്ണപ്പാളിയിൽ അറ്റകുറ്റപ്പണിക്കായി അനുമതി നൽകിയത് എന്നതാണ് മൊഴി. അറിയാവുന്നതെല്ലാം SITയോട് പറഞ്ഞിട്ടുണ്ടെന്ന് കണ്ഠരര് രാജീവര് ചെങ്ങന്നൂരിൽ പ്രതികരിച്ചു. SITയെ കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യര എത്രയോ പേരുണ്ട്. അരുൺ രാജ് കൊല്ലത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എ പത്മകുമാറിനെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നതാണ്. പത്മകുമാർ നൽകുന്ന മൊഴി, പത്മകുമാറിനെ ചോദ്യം ചെയ്ത് കിട്ടുന്ന വിവരങ്ങളൊക്കെ ഈ കേസ് അന്വേഷണത്തിന്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ ഇതിന്റെ തുടരന്വേഷണത്തിന് വളരെ നിർണായകമായ ഘടകങ്ങളാണല്ലോ. അതോടൊപ്പം തന്നെ എന്താണ് തന്ത്രി കണ്ഠരര് രാജീവർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം എന്താണ് SITക്ക് നൽകിയ മൊഴി? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകിയോ? ഏത് ദിശയിലാണ് കേസ് അന്വേഷണം ഇപ്പോൾ? ഇതിലെ ഏറ്റവും പ്രധാനമായും അന്വേഷണ സംഘം പറയുന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാളെയാണ് തങ്ങൾ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്, അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അറസ്റ്റിൽ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യാൻ അനിവാര്യമാണ്. കാരണം പത്മകുമാറിൽ നിന്ന് ലഭിക്കാനുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങളാണ്. കണ്ടെത്തിയ വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ വെച്ചത്. പക്ഷേ ഇതിനെ ആദ്യഘട്ടത്തിൽ തന്നെ പത്മകുമാറിന്റെ അഭിഭാഷകർ എതിർത്തു. കാരണം പത്മകുമാർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പത്മകുമാറിന്റെ അഭിഭാഷകന്റെ വാദം. പക്ഷേ 3 തവണ തങ്ങൾ നോട്ടീസ് നൽകിയിട്ടും പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇത് ചോദ്യം ചെയ്യലിനോടുള്ള നിസ്സഹകരണമാണ് വ്യക്തമാക്കുന്നതെന്നായിരുന്നു പ്രോസിക്യൂഷൻ മറുപടിയായി പറഞ്ഞത്. ഒടുവിൽ കോടതി ഈ കസ്റ്റഡിയിൽ അപേക്ഷ 2 ദിവസത്തേക്ക് പരിഗണിക്കുകയായിരുന്നു. കാരണം കസ്റ്റഡിയിൽ 2 ദിവസം വേണമെങ്കിൽ 2 ദിവസം പൂർത്തിയാക്കി നാളെ വൈകുന്നേരം 5 മണിക്ക് തിരികെ കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ നിലവിൽ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. കാരണം പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഹൈക്കോടതിക്ക് മുമ്പാകെ പ്രത്യേക റിപ്പോർട്ടായി നാളെ തന്നെ സമർപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി കൂടുതൽ സമയത്തിലേക്ക് നീണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരൻ നേരിട്ട് തന്നെ കോടതിയെ ബോധിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി 2 ദിവസത്തേക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മകുമാറിന് ലഭിക്കുന്ന വിവരങ്ങൾ അത് ഏതൊക്കെ രീതിയിൽ ഇനി ഈ കേസിൽ നിർണായകമാകുമെന്നുള്ളതാണ്. പൊളിറ്റിക്കൽ അറസ്റ്റാണ് പത്മകുമാറിൻ്റെത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പത്മകുമാറിന് ലഭിക്കുന്ന വിവരങ്ങൾ ഏതെങ്കിലും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിലേക്കോ മറ്റിടങ്ങളിലേക്കോ പോകുമെന്ന കാര്യവും കൂടി ഇനി അറിയേണ്ടതുണ്ട്. പത്മകുമാറിനോട് ആവർത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടോ എന്ന് നമ്മൾ ഇന്ന് ചോദിച്ചതാണ്. പക്ഷേ പത്മകുമാർ യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇന്ന് തയ്യാറായിട്ടില്ല. പൂർണ്ണമായും മൗനം പാലിക്കുകയാണ്. കോടതിയിലേക്ക് എത്തിയപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ എത്തിയ പത്മകുമാർ പിന്നീട് ഈ സമയം വരെ വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. കോടതിക്കുള്ളിലേക്ക് എത്തിയപ്പോഴും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും BJPയുടെയും കോൺഗ്രസിന്റെയും അടക്കം വലിയ പ്രതിഷേധമുണ്ടായി. എന്തായാലും ഈ കേസിൽ ഈ SIT ടീം കൂടുതൽ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ശബരിമല തന്ത്രിയടക്കം ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നതാണ്. കാരണം ഇതിൽ ബോർഡിന്റെ അനുവാദവും ഉദ്യോഗസ്ഥരുടെ അനുവാദവും കൂടിയാണ് തങ്ങൾ ഇത്തരത്തിൽ സ്വർണം പുറത്തേക്ക് കൊടുത്തത്. അതിൽ ദൈവികമായ അനുവാദം മാത്രമാണ് തന്ത്രി എന്ന നിലയ്ക്ക് താൻ കൊടുത്തതെന്ന് തന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അതായത് ഉദ്യോഗസ്ഥരിലും ദേവസ്വം ബോർഡിലും പരിപൂർണമായ കുറ്റം ചുമത്തുകയാണ് തന്ത്രിയും ഇക്കാര്യത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ലഭിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി അന്വേഷണ സംഘം ഒരുപക്ഷെ ഇന്ന് കൂടുതൽ പേരെ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടി ഇപ്പോൾ തെളിയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.